പുകമഞ്ഞിൽ മുങ്ങി ഡൽഹി നിൽക്കുകയാണ്. പക്ഷേ ഡൽഹിയിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ നിന്നും ഒരു കുറവുമില്ല. ഇപ്പോൾ എന്നോടൊപ്പം നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. രണ്ടുപേരും തൃശ്ശൂരിൽ നിന്നാണ് വന്നത്. ഈ ഉത്തരേന്ത്യയിലെ ശൈത്യകാലമൊക്കെ കാണുന്നതിനും അത് ആസ്വദിക്കുന്നതിനും ഒക്കെയാണ് വന്നത്. ഇപ്പോൾ ഇവർ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇന്ത്യ ഗേറ്റ് കാണാനാണ്. ഇന്ത്യ ഗേറ്റ് ഏതാണ്ട് ഇവിടെ നിന്ന് 100 മീറ്റർ അകലെ മാത്രമുള്ള ഒരു സ്ഥലമാണ്. ഇന്ത്യ ഗേറ്റ് കണ്ടോ? ഇന്ത്യ ഗേറ്റ് കാണാൻ പറ്റുന്നില്ല. പുക ഞാനത് വിചാരിച്ചിട്ടാ വന്നത്. എന്നാലും പുകയില് ഇത്ര എടുത്തായിട്ടും ഒന്നും കാണാനില്ല. കുറച്ചു പോലും കാണാനില്ല. കുറച്ചു പോലും കാണാൻ പറ്റുന്നില്ല. ഇതാ ആദ്യത്തെ അനുഭവമാണ്. അതെ ആദ്യമായിട്ട് വന്നതാ. ഡൽഹിയിൽ വന്നതാണ്. അത് ഈ വിന്റർ ആഘോഷിക്കാൻ വേണ്ടി. അതെ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് പ്രതീക്ഷിച്ചിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ട്രെയിൻ കയറാൻ വേണ്ടി വന്നത്. ഞങ്ങൾ മണാലി പോയിട്ട് തിരിച്ചു പോകണമെന്നാണ്. ഇപ്പോൾ സമയമുള്ളതുകൊണ്ട് കാണാൻ വേണ്ടി വന്നതാ. എന്തെങ്കിലും കാണാമെന്ന് വിചാരിച്ചു. ഇതിപ്പോ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലോ. ഈ മണാലിയിൽ എങ്ങനെയായിരുന്നു സ്ഥിതി? അവിടെ വലിയ ഈ ട്രാഫിക് ബ്ലോക്ക് എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു. അവിടെ അത്യാവശ്യം നല്ലോണം ബ്ലോക്ക് ഉണ്ട്. പക്ഷെ മഞ്ഞ് ഇതൊന്നുമില്ല ഇവിടത്തെ പോലെ. മഞ്ഞ് കണ്ടില്ല. മഞ്ഞ് കണ്ടു. ഞങ്ങള് ജസ്റ്റ് 100 മീറ്റർ അപ്പുറത്ത് കണ്ടു, മലയുടെ മുകളിൽ. അല്ലാണ്ട് അവിടെ മണാലിയിൽ മഞ്ഞില്ല. റോത്തങ്ങില് പോയിരുന്നു? ഇല്ല, റോത്തങ്ങിൽ പോയില്ല. സിസു പോയിരുന്നു. ഇതാണ് അവസ്ഥ. ഇവര് ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടി രാവിലെ ഈ തണുപ്പത്ത് ഇവിടെ എത്തിയതാണ്. പക്ഷേ ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടി കഴിയുന്നില്ല. ഇന്ത്യ ഗേറ്റൊക്കെ ഈ മഞ്ഞിൽ മുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. ഏതായാലും അടുത്ത ഒരു 4-5 ദിവസം കൂടി ഇതേ സാഹചര്യം തന്നെയായിരിക്കും ഡൽഹിയിൽ ഉണ്ടാകാനുള്ള സാധ്യത. ഏതായാലും വിനോദസഞ്ചാരികളൊക്കെ ഉത്തരേന്ത്യയിലെ ശൈത്യകാലം ആസ്വദിക്കുന്നതിനായി ഈ ഡൽഹിയിലും അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ വരുന്ന ഒരു സമയമാണ്. പക്ഷേ അങ്ങനെ വരുന്ന വിനോദസഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ ഈ പുകമഞ്ഞ് അല്പം വിഷമം അവർക്ക് ഉണ്ടാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യ ഗേറ്റിന് സമീപത്ത് നിന്നും സ്റ്റീഫൻ മാത്യുവിനൊപ്പം ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.